ഹലോ, സേ ചിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചില്ലി പനീർ റോളാണ്. ഇത് ഫ്രാങ്കി പോലത്തെ ഒരു റോളാണ്, പക്ഷേ സ്റ്റഫിങ് നമ്മൾ ചില്ലി പനീറാണ് ചെയ്യുന്നത്. ഈ റോൾ നമ്മൾ മുഴുവൻ മൈദ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മുഴുവൻ ആട്ട ഉപയോഗിച്ചിട്ടോ ചെയ്യാം. മൈദയാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക. അതിനാദ്യം പനീർ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് കൈകൊണ്ടോ വിസ്കൊണ്ടോ ഒന്ന് ചെറുതായി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇതിലേക്ക് ഇനി 1-2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്ത് കുറച്ച് തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. മൈദ ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ കോൺഫ്ലവർ മാത്രമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പനീർ അതിൽ പുരട്ടുമ്പോൾ പനീരൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, ശരിക്കും അത് കിട്ടില്ല ചിലപ്പോൾ. അതുകൊണ്ട് ലേശം മൈദയും ചേർത്തി കഴിഞ്ഞാണെങ്കിൽ ഒരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതിൽ പനീർ പുരട്ടിയെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഈ പനീറിനെ നമുക്ക് കോൺഫ്ലവർ മൈദയുടെ പേസ്റ്റിൽ മുക്കിയെടുത്തിട്ട് അതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ പനീർ ചേർത്ത് കൊടുത്ത് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ, അതിന് ഉദ്ദേശിച്ച സ്വാദ് കിട്ടില്ല. സൺഫ്ലവർ ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലോ ഉപയോഗിച്ചോളൂ, അത് കുഴപ്പമില്ല. ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞിട്ടേ മറിച്ചിടാൻ പാടുള്ളൂ. പനീർ വേണമെങ്കിൽ നമുക്ക് നീളത്തിലല്ലാണ്ട് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ കോരിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി സാലഡ് ഉണ്ടാക്കാൻ 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിളക്കിയിട്ട് അതിനെ സൈഡിൽ മാറ്റി വയ്ക്കുക. പിന്നെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിൽ കനം കുറച്ച് മുറിച്ച് വെച്ച ക്യാബേജും ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പച്ചമുളകും വിനെഗറും നമ്മൾ വെച്ചിട്ടില്ലേ, അതിനെയും ചേർത്ത് കൊടുക്കണം. ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ സാലഡ്. ഇനി ആ റോളിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കൂ. 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ലേശം ഉപ്പും ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു കാണട്ടുള്ളൂ. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവ് പോലെ നമ്മളതിനെ കുഴച്ചെടുക്കണം. അബദ്ധത്തിലെങ്ങാനും കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോയാണെങ്കിൽ ഒരു ലേശം മൈദമാവ് ചേർത്ത് കൊടുത്താൽ മതി, അപ്പോൾ ശരിയായിക്കോളും. നല്ല സോഫ്റ്റാക്കി ഇതുപോലെ കുഴച്ച പിന്നെ അതിനൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇനി ചില്ലി പനീർ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കൂ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് കനം കുറച്ച് നീളത്തിൽ മുറിക്കണം. 2 ചെറിയ സൈസ് ഉള്ളി കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 4-5 സ്പ്രിംഗ് അണിയൻ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ താഴത്തെ വൈറ്റ് കളറുള്ള ഭാഗം മാത്രം. സ്പ്രിംഗ് ഓണിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയും കൂടെ എടുത്തോളൂ, കുഴപ്പമില്ല. ഉള്ളി ഒന്ന് ചെറുതായി വതങ്ങിയ ശേഷം അതിലേക്ക് നീളത്തിൽ മുറിച്ച് 2 മീഡിയം സൈസ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കൂ. ക്യാപ്സിക്കം ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുത്തോളൂ, ഒന്നത് വതങ്ങാനായിട്ട്. വെള്ളം ഇത്ര മാത്രമേ ചേർത്താൻ പാടുള്ളൂ, കൂടുതൽ വെള്ളമായാൽ സോഗിയായി പോകും. ഹൈ ഫ്ലെയിം ഇട്ട് 2 മിനിറ്റ് ഒന്ന് വതക്കി കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കണം. ഡാർക്ക് സോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് 1 ടേബിൾ സ്പൂൺ ആയാലും മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടുള്ളൂ, അത് ഓപ്ഷണലാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഫൈനലി നമ്മളതിൽ കുറച്ച് സ്പ്രിംഗ് അണിയൻ്റെ ആ പച്ച കളർ തണ്ടുണ്ടല്ലോ, അത് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വിടുക.
നമ്മുടെ സ്റ്റഫിങ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ മാവില്ലേ, അതിനെ നമ്മൾ ഇതുപോലെ പ്ലാറ്റ്ഫോമിലിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് അതിനെ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. ഇതുപോലെ കുഴച്ചൊന്ന് പരത്തിയെടുക്കാനൊക്കെ നമ്മുടെ കിച്ചൺ പ്ലാറ്റ്ഫോമാണ് കുറച്ചുകൂടെ സൗകര്യമായിട്ടുണ്ടാവുക. ഇനി കുറച്ച് മൈദപ്പൊടി വതറി കൊടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ഈ ഉരുളകൾ തന്നെ നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയെടുക്കണം. നമുക്ക് എത്ര റോള് വേണോ അത്രയും ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് അതിനെ ഒക്കെ ചുട്ടെടുക്കുക ഒരുമിച്ച്. ഈ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നമ്മൾ നെയ്യോണ്ട് ചുട്ടെടുക്കില്ല, എണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ. ഇതുപോലെ ഒരു ചട്ടുകം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കതിനെ ഒരു ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ അതിൽ വരും. അപ്പോൾ ഏകദേശം വെന്തൂന്ന് കണ്ടാൽ നമ്മളതിനെ മാറ്റി വയ്ക്കുക. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുക്കണം. ഒരു പ്ലേറ്റിൽ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൽ കുറച്ച് മയനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചില്ലി സോസ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ക്യാബേജും ക്യാരറ്റും കൊണ്ടുണ്ടാക്കിയ സാലഡിന് ഒരു ഓരത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പനീറിൻ്റെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ആ ഫില്ലിങ് ചില്ലി പനീറാണ് കേട്ടോളൂ. പിന്നെ വേണമെങ്കിൽ അവസാനം ആ സ്പ്രിങ് അണിയൻ്റെ ആ പച്ച ഭാഗം വേണമെങ്കിൽ നമുക്ക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനെ എന്നിട്ട് റോൾ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ റാപ്പ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇഷ്ടമായ ഉണ്ടാക്കി നോക്കൂട്ടുള്ളൂ. താങ്ക് യു. ബൈ ബൈ.